पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ഉപശാന്തത്തിലെ മറ്റൊരു പാടലിലേക്ക് നാം പ്രവേശിക്കുന്നു. ആത്മാവ് തുര്യത്തിങ്കൽ എങ്ങുമേ വ്യാപിച്ചിടും. ആത്മാവ് ജാഗ്രതതീതത്തിലോ ബ്രഹ്മമാവും. വിദ്യാസ്വരൂപം കൊള്ളും പരതൻ്റെ ദർശനത്താൽ ഉദ്ദിഷ്ടപ്രാപ്തിയാകും ശിവനെ പ്രാപിച്ചതാവും. അപ്പോൾ ശിവനെ എപ്പോൾ പ്രാപിക്കാൻ കഴിയുന്നു അത് തിരുമൂലദേവൻ വ്യക്തമാക്കുകയാണ്. ആത്മാവ് തുര്യത്തിങ്കലെങ്ങുമേ വ്യാപിച്ചിടും. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി തലങ്ങളും കഴിഞ്ഞ് നാം തുര്യത്തിൽ എത്തിച്ചേരുമ്പോൾ, തുര്യം എന്ന അവസ്ഥയിലേക്ക് 4ാമത്തെ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ആത്മാവ് ഉദയം പ്രാപിക്കുന്നു. ആത്മാവ് തുര്യ അവസ്ഥയിൽ എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു. ആത്മാവ് അതീതത്തിലോ ബ്രഹ്മമാവും. ജാഗ്രത്തിനും അതീതമായി നിൽക്കുന്ന അവസ്ഥയിൽ നാം എത്തിച്ചേരുമ്പോൾ ആത്മാവ് ബ്രഹ്മമായി എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നു. വിദ്യാസ്വരൂപം കൊള്ളും പരതൻ്റെ ദർശനത്താൽ, വിദ്യാസ്വരൂപം കൊള്ളുന്ന വിദ്യയുടെ സ്വരൂപത്തിലെത്തിച്ചേരുന്ന അവസ്ഥയിൽ പരതൻ്റെ ദർശനത്താൽ ഉദ്ദിഷ്ടപ്രാപ്തിയാകും ശിവനെ പ്രാപിക്കാം. പരയിൽ എത്തിച്ചേരുമ്പോൾ, പര എന്ന ആ ഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ ശിവനെ പ്രാപിക്കാൻ കഴിയും. അപ്പോൾ പരഭാവത്തിൽ എത്തുമ്പോഴാണ് ശിവനെ പ്രാപിക്കാൻ കഴിയുക. അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി തലങ്ങളും കഴിഞ്ഞ് തുരീയ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ജാഗ്രത അതീതാവസ്ഥയിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. പരഭാവത്തിൽ നാം എത്തിച്ചേരണം. അതായത് അപരഭാവം പൂർണ്ണമായും വിട്ട് നാം പരഭാവത്തിൽ എത്തിച്ചേരണം. പരഭാവത്തിൽ എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശിവനെ പ്രാപിക്കാൻ കഴിയും. പിന്നെ ഒരു അലങ്കാര കൽപ്പനയിലൂടെ തിരുമൂലദേവൻ പറയണം, കടൽ ജലം ആവിയായിട്ട് അമ്പരത്തിങ്കൽ തങ്ങി മഴയിലും മലയിലും പോയി കടൽ ജലമാവും പോലെ ജീവാത്മാ പരമാത്മാക്കൾ വേറൊന്നായി നിൽക്കും. ജീവേശ്വരന്മാർക്കുള്ള ഭേദവും അഴിഞ്ഞിടും. ജീവൻ എന്നും ആത്മാവ് എന്നുമുള്ള ജീവനും ഈശ്വരനും എന്ന ആ 2 അവസ്ഥ മാറി ഏകമായ അവസ്ഥയിൽ എത്തിച്ചേരും. അതായത് പരബ്രഹ്മാവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഏതുപോലെ കടൽ ജലമാവിയായിട്ട് അമ്പരത്തിങ്കൽ തങ്ങുന്നു. കടൽ ജലമായിട്ട് അമ്പരത്തിൽ, കടലിൽ ചൂട് തട്ടുമ്പോൾ ആ ജലം അമ്പരത്തിൽ ആകാശത്തിലെ ജലമായി തീരും. എന്നിട്ട് മഴയായിട്ടും മലയിൽ പോയി കടൽ ജലമാവും പോലെ, എന്നിട്ട് മഴ പെയ്യുമ്പോൾ അത് മലയിലും ഭൂമിയിലുമെല്ലാം തന്നെ കടൽ ജലം വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ ശരിക്കും അത് കടലിലെ ജലമാണ്. ആ കടലിലെ ജലം ആകാശത്ത് എത്തിച്ചേർന്ന് അത് മഴയായി ഭൂമിയിൽ പെയ്തിറങ്ങുമ്പോൾ ആ കടൽ ജലം ഭൂമിയിൽ പതിക്കുന്നു. അതോടെ കടലും ഭൂമിയും ഒന്നായിത്തീരുന്നു. ഈ വെള്ളം ആദ്യം കടലിലെ ജലമാണ്, അത് ഭൂമിയിൽ പതിച്ച് വീണ്ടും കടൽ ജലമായി മാറുന്ന അവസ്ഥ. അപ്പോൾ ഈ തരത്തിലാണ് ബ്രഹ്മം നമ്മിൽ കുടികൊള്ളുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതായത് നാം ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് എവിടെ നിന്നാണ് വന്നത്? പരമാത്മാവിൽ നിന്നാണ് ജീവൻ വന്നത്. അത് വീണ്ടും പരമാത്മാവിലേക്ക് തിരിച്ച് ചെല്ലുന്നു. അതാണ് ഇവിടെ തിരുമൂലദേവൻ ഉദ്ദേശിക്കുന്നത്. അതായത്
ജീവൻ ഉദിക്കുന്നത് ആത്മാവിൽ നിന്നാണ്. ആ ജീവൻ വീണ്ടും ആത്മാവിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് പശുപതി സങ്കല്പം. പശു വീണ്ടും പതിയിലേക്ക് എത്തിച്ചേരുന്നു. പതിയിൽ നിന്നാണ് പശു ഉണ്ടാകുന്നത്. ആ പശു പിന്നീട് പതിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ ബ്രഹ്മമായി മാറുന്നു. ഇതാണ് തിരുമൂലദേവൻ ഈ ഉപശാന്തത്തിൽ പറയുന്നത്. ഇതോടെ ഉപശാന്തം എന്ന ആ കാണ്ഡം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മഹാവാക്യ തത്വങ്ങളിലൂടെ നമുക്ക് ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നത്. നമുക്ക് ആ മഹാവാക്യ തത്വങ്ങളൊന്ന് നോക്കാം. അതിൽ ഓം പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് ആദ്യത്തെ മഹാവാക്യ തത്വം. ഐതരേയോപനിഷത്തിലുള്ള ഒരു മന്ത്രമാണിത്. ഓം പ്രജ്ഞാനം ബ്രഹ്മ. തിരുമൂലദേവൻ പറഞ്ഞത് ഈ ഓം പ്രജ്ഞാനം ബ്രഹ്മ എന്നതിൻ്റെ മറ്റൊരു അർത്ഥതലമാണ്. പിന്നെ രണ്ടാമത്തേത് നോക്കൂ, അഹം ബ്രഹ്മാസ്മി. ബൃഹദാരണ്യകോപനിഷത്തിലുള്ള ഒരു മഹാവാക്യമാണ് അഹം ബ്രഹ്മാസ്മി. പിന്നെ മൂന്നാമത്തേത് ഓം തത്വമസി. ഛന്ദോഗോപ്യനിഷത്തിലുള്ള ഒരു മന്ത്രമാണ് ഓം തത്വമസി. തത്വമസിയെക്കുറിച്ചിട്ട് നാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. തത്വമസി. നാലാമത്തെ മന്ത്രം എന്ന് പറയുന്നത് അയം ആത്മാ ബ്രഹ്മ. ഇത് മാണ്ഡൂക്യോപനിഷത്തിലുള്ളതാണ്. ഇതിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് എന്താണെന്ന് നോക്കൂ. ജീവികൾ ഏത് മുഖേനയാണോ കാണുകയും കേൾക്കുകയും മണപ്പിക്കുകയും സ്വാദും ദുസ്വാദും അറിയുകയും ചെയ്യുന്നത് അത് പ്രജ്ഞാനമെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ദേവന്മാർ, മനുഷ്യർ, കുതിര, പശു മുതലായ മൃഗങ്ങൾ എന്നിവയിലും മറ്റു സകല ജീവികളിലും ഒരേ ഒരു ചൈതന്യ സ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, നോക്കൂ. സകല ജീവികളിലും ഒരേ ഒരു ചൈതന്യ സ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഈ മഹാവാക്യങ്ങളുടെ എല്ലാം പൊരുൾ എന്ന് പറയുന്നത്. ഈ സത്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് സകല ജീവികളിലും ഒരേ ഒരു ചൈതന്യ സ്വരൂപമായ ബ്രഹ്മം തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മഹാവാക്യ തത്വങ്ങളുടെ പൊരുൾ. ഇത് കൂടുതൽ വിവരിക്കുന്ന ഒരു ഉപനിഷത്തുണ്ട്. ശുഗരഹസ്യോപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. അതിനകത്ത് ഈ 4 തത്വങ്ങളുടെ പൊരുൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. ഈ മനുഷ്യ ശരീരം തന്നെയാണ് ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് അധികാരി. അതിൽ സാക്ഷിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ് തന്നെയാണ് ബുദ്ധിസ്ഫുരണമുണ്ടാകുമ്പോൾ ഞാൻ എന്ന് പറയപ്പെടുന്നത്. പരിപൂർണമായ പരമാത്മാവ് തന്നെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയപ്പെടുന്നത്. ഇതാണ് ശുഗരഹസ്യോപനിഷത്തിൻ്റെ കാതൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദർശനങ്ങൾ തിരുമൂലദേവൻ, അതായത് ഉപനിഷത്തുകളുടെ എല്ലാം സാരസംഗ്രഹമാണ് തിരുമന്ത്രത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഉപനിഷത്തുകൾ മാത്രമല്ല, വേദങ്ങളും ആഗമങ്ങളും എല്ലാം തന്നെ ഈ തിരുമന്ത്രത്തിൽ നിറഞ്ഞു വിലസുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഉപശാന്തം എന്ന അധ്യായത്തിൻ്റെ അവസാനം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.